പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സാധിക്കുന്ന ഈ ചാനൽ കാണുന്ന വ്യക്തികൾ, നിങ്ങൾക്കിഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചന പ്രഘോഷണത്തിൽ എല്ലാവരും പങ്കുകാരാകണമേ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനം എല്ലാവർക്കും അനുഭവമായി മാറും, അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും വചനം ധ്യാനിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത വലിയൊരു വാഗ്ദാനമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ മേഖലയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് നമുക്കുണ്ടോ? ദൈവ തിരുമുമ്പിൽ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യണമേ. കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരല്ലേ നാം ഓരോരുത്തരും. ആ ആത്മാവ് നമ്മളിൽ ഓരോരുത്തരും വസിക്കുന്നില്ലേ? എന്നാൽ ആ ആത്മാവിനോട് ചേർന്ന് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നും ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞതാ? ഇന്ന് പലർക്കും പല മേഖലകളിലും ശക്തിയില്ല, പവറില്ല. എങ്ങനെയുള്ള ശക്തിയില്ല? പാപ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ധ്യാനമൊക്കെ കൂടി മദ്യം കഴിക്കുന്നില്ല എന്ന് തീരുമാനമൊക്കെ എടുത്ത് ആ വ്യക്തി ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോന്നാലും പിന്നെ മദ്യം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി മദ്യം കഴിച്ചെന്നിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ മദ്യപാനം എന്ന പാപത്തെ അതിജീവിച്ച്, അല്ലെങ്കിൽ ഈ തിന്മയെ, ഈ ദുശീലത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ശക്തി ആ മനുഷ്യനിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ തിന്മയ്ക്കൊരു വ്യക്തി അടിമപ്പെടുന്നത്. അപ്പോൾ പാപ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മദ്യം കഴിക്കുവാൻ വേണ്ടി കൂട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ആ വഴിക്ക് പോകത്തില്ല. അതിനെ അതിജീവിച്ചവൻ മുമ്പോട്ട് പോകും. അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വലിയൊരു ശക്തിയാണ്. തിന്മ ചെയ്യുവാൻ ധാരാളം സാഹചര്യമുണ്ടായിട്ടും തിന്മ ചെയ്യാതെ നന്മ ചെയ്തൊരു വ്യക്തി ജീവിക്കണമെങ്കിൽ, ആ തിന്മ ചെയ്യാതെ തിന്മയെ അതിജീവിച്ചുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യനിൽ ആവശ്യമാണ്. ഒരു മനുഷ്യന് നന്മ ചെയ്യണമെങ്കിലും ആത്മാവിൻ്റെ ചൈതന്യം കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രതിഫലം സ്വീകരിക്കാതെ കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നന്മ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകുന്നതാണ് തിന്മയെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ, പാപ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം, തഴക്കദോഷങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നുമുള്ള വിമോചനം. ഇത് നൽകുന്നത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ശിഷ്യന്മാരൊക്കെ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ലോകത്തിൻ്റെ പലതിനെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഗ്ദാനം ചെയ്യുന്നത്. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാകും. കാരണം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതും ഈ ലോകത്താണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കമാകട്ടെ, തകർച്ചയായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, കടബാധ്യതകളായിക്കോട്ടെ,
നാളെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത തരത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ പ്രശ്നത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യൻ നിരാശയിലേക്ക് പോകുന്നതും ആത്മഹത്യാ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങോ നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുമ്പോഴാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് തുടർന്ന് വചനം പറയുന്നത്, യൂദയ മുഴുവനിലും ജെറുസലേം പ്രാർത്ഥനയുടെ കേന്ദ്രമാണ്. പ്രാർത്ഥനയുടെ മേഖലകളിലും യൂദയായിലും ജെറുസലേമിലും അതുപോലെ തന്നെ ശമരിയ വിജാതീയർ താമസിക്കുന്ന സ്ഥലമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിജാതീയരുടെ ഇടയിൽ സാക്ഷ്യജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ഇന്ന് വിജാതീയർ സാക്ഷ്യജീവിതം നയിക്കുമ്പോൾ സ്വജാതീയർ സാക്ഷ്യജീവിതമല്ല, പിന്നെയോ സ്വജാതീയർ വിജാതീയരെക്കാളും കഷ്ടമായിട്ട് തരം താന്ന് ജീവിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തികൾ വരെയും, ഈ ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഏത് മേഖലയിൽ ചെന്നാലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെയും പ്രലോഭനങ്ങളെയും എല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള ശക്തിയും കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.